രാമേന്ദ്രൻ, ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം അല്പം ആശ്വാസകരമായ രീതിയിലാണ് ഇന്ത്യയുടെ ഒരു നയതന്ത്ര ബോധം. ആ ആശ്വാസത്തിലാണ്. കാരണം അവിടെ ജമാഅത്തെ ഇസ്ലാമി അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഇന്ത്യക്കെതിരെ കടുത്ത നിലപാട് അവരെടുക്കുമായിരുന്നു. അത്രയും കടുത്ത നിലപാടെടുക്കാത്ത ഒരു പാർട്ടിയാണ് BNP. മാത്രമല്ല, BNPക്കൊപ്പം കുറച്ച് ഇന്ത്യക്കാരായിട്ടുള്ള ഹിന്ദുക്കളും പാർലമെൻറ്റിൽ MP-മാരായി എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ തെരഞ്ഞെടുപ്പ് കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഏതാണ്ട് 70ഓളം MP-മാരെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. അവർ വിജയിച്ച പ്രദേശങ്ങളെന്ന് പറയുന്നത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലം. അതെനിക്ക് തോന്നുന്നത് ഇന്ത്യക്ക് കുറച്ചുകൂടി ഭയപ്പെടേണ്ടത് നമ്മൾ പറയുന്നത് വേറൊരു അർത്ഥത്തിലാണ്, അല്ലാണ്ട് ഉപദ്രവകാരി എന്ന നിലക്ക് ഇന്ത്യക്ക് കൂടുതൽ ഉപദ്രവം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നവരെന്ന നിലക്ക് ഇന്ത്യ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഇവിടെയും ജമാഅത്തെ ഇസ്ലാമി നടക്കുന്നുണ്ട്. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ അതൊക്കെ വലിയ വിഷയങ്ങളൊക്കെ തന്നെയാണ്. ആ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ ഇമ്പാക്റ്റ് എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ ബംഗ്ലാദേശിൽ അവർ വിജയിക്കുകയും അവർ ഇന്ത്യയോട് എടുക്കുന്ന സമീപനം എന്താണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ മാത്രമാണ്. എന്താണ് ഇതിൻ്റെ ഒരു സാധ്യത? ഈ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമി 68 സീറ്റ് ഒറ്റയ്ക്ക് നേടിയിട്ടുണ്ട്. ആ സഖ്യം, ജമാഅത്തെ ഇസ്ലാമി സഖ്യം, NCP അവിടുത്തെ നാഷണൽ സിറ്റിസൺ പാർട്ടി, പിള്ളേരുടെ പാർട്ടി, അതെല്ലാം കൂടി ചേർന്ന് സഖ്യം 77 സീറ്റ് നേടിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി മാത്രം 68 സീറ്റ് നേടിയിട്ടുണ്ട്. BNPക്ക് 212 സീറ്റാണ്, വലിയ ഭൂരിപക്ഷമൊക്കെയാണ്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി ഇത്രയും MP-മാർ അവിടെ ഉണ്ടാകുന്നത് ചരിത്രത്തിലെ ആദ്യമാണ് ബംഗ്ലാദേശിൻ്റെ. അപ്പോൾ ഇവര് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ, അതായത് ഹിന്ദു വിരോധം ഉള്ള പ്രദേശത്ത് ആണ് ഇവര് ജയിച്ച് സീറ്റൊക്കെ വാരി കൂട്ടിയിരിക്കുന്നതെന്ന് കാണാം. അതായത് ഇവരുടെ വിജയം എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധ വിജയമാണ്. അതാണ്. അപ്പോൾ ഹിന്ദു ജനസംഖ്യ 10 മുതൽ അവിടെ ഒരു 10%, 11%, 7-8% അങ്ങനത്തെ ആണ് നിൽക്കുന്നത് പല സ്ഥലത്തും. പക്ഷേ ഹിന്ദു ജനസംഖ്യ 10 മുതൽ 13% വരെ ഉള്ള സ്ഥലങ്ങളിലാണ് ഈ ജമാഅത്തെ ഇസ്ലാമി, അതായത് ഹിന്ദു ജനസംഖ്യ താരതമ്യേന അവിടെ കൂടുതലുള്ള മേഖലകളിലാണ് ഈ ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിച്ചിട്ട് ഇവർ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിക്ക് 12%-ൽ കൂടുതൽ ഒന്നും സീറ്റ് അവിടെ കിട്ടിയിട്ടില്ല. ഇത്തവണ കാര്യമായി അവർക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. NCPക്ക് ആകെ അവരുടെ സഖ്യകക്ഷി പിള്ളേരുടെ പാർട്ടിക്ക് 6 സീറ്റ് കിട്ടിയിട്ടുള്ളൂ. നിരാകരിച്ചു കഴിഞ്ഞു. കാരണം ജനങ്ങൾ അവിടെ ഈ മതതീവ്രവാദികളെയും അതായത് പ്രക്ഷോഭകരെയും താല്പര്യമില്ലാതെ, അതുപോലെ തന്നെ അവാമി ലീഗിനോടും വലിയ താല്പര്യമില്ല. ഷെയ്ഖ് ഹസീനയെ പറ്റി നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ പലതരം ഈ കറപ്ഷൻ തുടങ്ങിയ കാര്യങ്ങളിലോടൊന്നും ജനങ്ങൾക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് അവാമി ലീഗിൽ പെട്ട ആളുകളും BNPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വേണം കാണാൻ. അപ്പോൾ ഹസീനയെ തുണച്ചവരെയും പ്രക്ഷോഭകരെയും വോട്ടർമാർ നിരാകരിച്ചിട്ടുണ്ട്. നഗരങ്ങൾ, പിന്നെ അഭ്യസ്ത വിദ്യര്, സ്ത്രീകൾ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ അവർക്ക് സ്ത്രീ വിരുദ്ധത കൂടുതലാണ്. സ്ത്രീ വിരുദ്ധത അവർക്ക് കൂടുതലെന്ന് മാത്രമല്ല, അവിടെ 2 സ്ത്രീകൾ പ്രധാനമന്ത്രിമാരായിരുന്നല്ലോ, ലളിത സിയെയും ഷെയ്ഖ് ഹസീനയും. അങ്ങനെ 2 സ്ത്രീകളൊക്കെ പ്രധാനമന്ത്രിമാരായിട്ട് തുടർച്ചയായിട്ടൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞാൽ അപൂർവമല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ സ്ത്രീകൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ബോധമുണ്ട്, സ്വാതന്ത്ര്യ ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ അവർ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഗ്രാമങ്ങളിലും നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ, ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളിലുമാണ് ജമാഅത്തെ ഇസ്ലാമി ഈ 68 സീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണാം. നമുക്കൊരു
ജാഗ്രത പുലർത്തേണ്ട വിഷയമാണത്. ഹിന്ദു ജനസംഖ്യ ബംഗ്ലാദേശിൽ 8% അടുത്താണ് ആകെ. നേരത്തെ ആദ്യമേ ഞാൻ പറഞ്ഞു 10 മുതൽ 13% വരെ ഹിന്ദു ജനസംഖ്യയുള്ള സ്ഥലങ്ങളിലാണ് ജമാഅത്തെ ഇസ്ലാമി ജയിച്ചിരിക്കുന്നത്. കാരണം ജമാഅത്തെ ഇസ്ലാമിക്ക് ഹിന്ദു വിരുദ്ധത ആളിക്കത്തിക്കാൻ ഹിന്ദുക്കൾ ഉള്ള സ്ഥലത്തല്ലേ പറ്റുള്ളൂ. അങ്ങനെയാണ് അവർ പ്രചാരണം നടത്തി ഈ സീറ്റുകൾ നേടിയത്. ആകെ 1.3 കോടി ആണ് അവിടെ ജനസംഖ്യ, മൊത്തം ജനസംഖ്യ. ഇപ്പോൾ ചിലയിടത്ത് ഹിന്ദുക്കൾ കൂടുതലുള്ള മേഖലകൾ എന്ന് പറയുന്നത് സിൽഹട്ട് എന്ന് പറയുന്നത് ഈ ആസാം, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര ഇതിൻ്റെയൊക്കെ അതിർത്തി ആ പ്രദേശത്ത് അതാണ് സിൽഹട്ട്. അപ്പോൾ സിൽഹട്ടിൽ 13.51 ഹിന്ദു ജനസംഖ്യയുടെ ശതമാനം. രംഗ്പൂരിൽ 13.01% ഹിന്ദുക്കൾ. ഗുൽന 11.52 മുതൽ 11.53 വരെ 11.53% ഹിന്ദുക്കളുള്ള സ്ഥലമാണ് ഗുൽന. ഈ പ്രവിശ്യകളിൽ, സംസ്ഥാനങ്ങളിൽ ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന പ്രവിശ്യകളാണ്. അവിടെയാണ് ജമാഅത്തെ ഇസ്ലാമി ജയിച്ചിരിക്കുന്നത്. ആ 3 പ്രവിശ്യകളിലാണ് 10%-ൽ കൂടുതൽ ഹിന്ദുക്കളുള്ളത്. സിൽഹട്ടിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് അധികം സീറ്റ് കിട്ടിയിട്ടില്ല. അസം, മേഘാലയ, ത്രിപുര അതിർത്തിയിലാണ് സിൽഹട്ട്. അവിടെ എന്താന്ന് വെച്ചാൽ കൂടിച്ചേർന്നാണ് കഴിയുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ മതസ്പർദ്ധ അവിടെ ഇല്ല. ഒന്നിച്ചു ചേർന്ന് ജീവിക്കുന്ന മേഖലകളും ഗ്രാമങ്ങളുമാണ് അവിടെ ഉള്ളത്. അവര് ഒരുതരം പരസ്പര ബന്ധത്തിന്റെ ഐക്യത്തിൽ പോകുന്നു. കാരണം ഏതെങ്കിലും ഒരു സമുദായം മാത്രം സാന്ദ്രീകരിച്ച മേഖലകൾ ഇല്ല. അവിടെ ഒന്നിച്ചാണ് അവിടെ താമസിക്കുന്നത്. പക്ഷെ രംഗ്പൂരിലും ഗുൽനയിലും അങ്ങനെയല്ല. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഈ 68 സീറ്റിൽ ഭൂരിപക്ഷവും നേടിയിരിക്കുന്നത് രംഗ്പൂരിലും ഗുൽനയിലുമാണ്. 2 ജില്ലകളിൽ നിന്നാണ് ഇത്രയും കിട്ടിയിരിക്കുന്നത്. രംഗ്പൂര്, ആ പ്രവിശ്യയിലെ രംഗ്പൂര്, ഗായ്ബന്ദ, ജോയ്പൂർ, ഹട്ട്, ആ 3 സ്ഥലത്ത് നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ഗുൽനയിലെ സദ്ഗിരയിൽ 4 സീറ്റ്. അവിടെ 4 സീറ്റേ ഉള്ളൂ. 4 സീറ്റും ജമാഅത്തെ ഇസ്ലാമി നേടി. അതായത് ഈ ബംഗാളികളുണ്ടല്ലോ, ബംഗാളികളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ ബംഗാളി സംസാരിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഉള്ള മേഖലകളിലാണ് ഈ ജമാഅത്തെ ഇസ്ലാമി കടന്നു കയറിയിരിക്കുന്നത്. ജൽപായ്ഗുരി, അതായത് ബംഗാളിലെ ജൽപായ്ഗുരി, മാൾഡ, മുർഷിദാബാദ്, നാദിയ, 24 പർഗാനാസ് തുടങ്ങി മുസ്ലിങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മേഖലകൾ ബംഗ്ലാദേശിലെ ആ മേഖലകളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലത്താണ് ജമാഅത്തെ ഇസ്ലാമി ജയിച്ചിരിക്കുന്നത്, കൂടുതൽ സീറ്റ് നേടിയിരിക്കുന്നത്. അപ്പൊ ഇതിന് കാരണം ഒന്ന്, ഹിന്ദു വിരുദ്ധ വോട്ട് അവിടെ മുസ്ലിങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് ഹിന്ദു വിരുദ്ധ വോട്ട് വന്നിരിക്കുന്നു. 1971 യുദ്ധകാലത്ത് പാകിസ്ഥാനുമായിട്ട് ബംഗ്ലാദേശ് ഉണ്ടാകുന്ന യുദ്ധം, ആ യുദ്ധകാലത്ത് ഇന്ത്യയിൽ നിന്ന് പോയ മുസ്ലിങ്ങൾ, പലായനം ചെയ്ത മുസ്ലിങ്ങൾ വസിക്കുന്ന മേഖലകൾ കൂടിയാണ് ഇത്. പിന്നെ 2, ഇന്ത്യയുടെ BSF ഉണ്ടല്ലോ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, അതിർത്തി രക്ഷാ സേനയ്ക്കെതിരെ കല്ലേറും മറ്റും നടത്തുന്ന മുസ്ലിങ്ങൾ. ഇന്ത്യ വിരുദ്ധതയാണ് അവിടെ പ്രകടമായിട്ട് നിൽക്കുന്നത്. അത് ടാപ്പ് ചെയ്യാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്തത്. BSFനെയൊക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളുമാണ്. പിന്നെ 1971 പല അക്രമങ്ങളും നടന്ന അതിർത്തി മേഖലകളുമാണ് ഇത്. ഈ 3 കാരണങ്ങളാണ്. ആകെ അതിർത്തി ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യക്ക് 4096 കിലോമീറ്റർ ആണ്. ആ അതിർത്തിയിലെ രംഗ്പൂർ, ഗുൽന എന്നിവിടങ്ങളിൽ ഈ വിജയത്തിന് ശേഷം, ജമാഅത്തെ ഇസ്ലാമിയുടെ വിജയത്തിന് ശേഷം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ അലർട്ട് ചെയ്തിട്ടുണ്ട്, സൂക്ഷിക്കണം എന്ന് അതിർത്തി രക്ഷാ സേനയോട് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടും ഉണ്ട്. അപ്പൊ അതിർത്തികളിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിജയം, ഈ BNP ജയിച്ചതിൽ ആശ്വാസം കൊള്ളുമ്പോൾ തന്നെ നമ്മുടെ അതിർത്തിയിൽ
ഈ നോർത്ത് ഈസ്റ്റ് അതിർത്തി, ബംഗാളിൻ്റെ അതിർത്തി, പശ്ചിമ ബംഗാളിൻ്റെ അതിർത്തി, ആ മേഖലകളിൽ സംഘർഷ സാധ്യതകൾ ഉണ്ട് എന്നുള്ള ഒരു പ്രശ്നം കൂടി നിലനിർത്തിയിട്ടുണ്ട് ഈ വോട്ടിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിജയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.